ഞാൻ വലിയ കിടിലാണ്. നല്ല രീതിയിൽ പൊറോട്ട അടിക്കുന്ന ഒരു 2 പയ്യന്മാരുണ്ട്. ഇവിടെ നമ്മള് പൊറോട്ട അടിയാണ് പരിപാടി. സാർ അവിടെ ഇരിക്കാം സാർ. எனக்கு உட்காந்து பழக்கம் இல்லை சார். எனக்கு ஃபுட்டு கையில கொடுத்து சந்திரா ഹലോ അലീന. കഴിഞ്ഞോ? ഓ കഴിഞ്ഞ്. ഇനി എന്തേലും ഉണ്ടോ? ഇല്ല നീ വേറെ സെർവർ വല്ലതും പോണാ? ഇല്ല ഇല്ല. ഇനി ഒന്നുകൂടെ ഞാനൊരു സെർവർ കണ്ടുപിടിക്കാൻ പോണം. സെർവർ തുടങ്ങുങ്ങ്. കൈലാസം ബാങ്ക് കിട്ടൂല. തുടങ്ങുങ്ങ് ബ്രോ. എടാ എനിക്ക് ഇതുണ്ട്. ഓക്കേ ബ്രോ. എടാ ഞാൻ എന്തൊരു മണ്ടനാടാ ഞാൻ. ദേ സിയോൺ സിറ്റി എനിക്ക് റോൾ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിത് കാണിക്കത്തില്ല. ഞാനേ ഭരിച്ചിട്ടല്ല കളിച്ചിട്ട് വരാം. ഞാൻ ഇവിടെ അലിയുടെ അടുത്ത് മാസം അടിച്ചിട്ടോട്ടെ. അറിയാലോ നമുക്ക് സെർവറിലെ പിടിപാടൊക്കെ ഉണ്ടെന്നാ. ഞാൻ പോയിട്ട് പിന്നല്ലാണ്ട് ഈ സെർവറിൽ കേട്ട് വരാം. ഓക്കെ വെൽക്കം. വേണ്ടായിരുന്നു ഇത്രയും വെൽക്കമിങ്. താങ്ക് യു സോ മച്ച്. സിറ്റി പുതിയതാണോ ഡേ? ആ പേരെന്താണ്? വെട്ട് പിന്നിയാ? ദില്ലി. ഇന്ന് വന്നേ ഉള്ളൂ? ഇപ്പൊ വന്നേ ഉള്ളൂ? ഹലോ കയ്യിലൊരു 1,00,000 രൂപ ഉണ്ട്. അതിങ്ങതാ. പോക്കലോട്ട് നൈസായിട്ട്. ഡേ ഞാനാണ് ഇവിടുത്തെ മെയിൻ ആട്ടാ. ഇവിടെ വലിയ വിഷയങ്ങളാവും. ബെന്നി ഡേ ഇടിച്ചു കൂട്ടോ ഇവിടെ ഇട്ട്. ഡേ ഞാൻ വലിയ കിടിലാണേ. അച്ഛനെ വേണ്ടാ. ഓഡിയോ സ്കെച്ച് ചെയ്ത് പയ്യന്മാരുടെ അടുപ്പിക്കും കേട്ടാ. ഓട്ടിച്ചിട്ട് ഇടിച്ചോളെ. നില്ലടാ അവിടെ. തോക്കെടുക്കട്ടെ ഞാൻ. ആ എന്നെ കൂടെ തോക്കെടുപ്പിക്കില്ലേ കേട്ടാ. ഞാൻ ഇച്ചിരി പ്രശ്നമാണേ. എന്റെ പേര് ബോസ്. ആ ബോസാണ്. വാ ചാടി വാ. വാ ഹലോ ഏത് ഗ്യാങ് ഹൗസ്? അവിടെ എഴുതി വെച്ചിട്ടില്ലേ? കവാടോ രാജഭരണത്തിലാണോ ഇപ്പഴും ജീവിക്കണേ? വണ്ടിയുടെ നമ്മളെ വണ്ടി അല്ല, നമ്മുടെ വണ്ടിയല്ല, സ്വന്തം വണ്ടി. ഊമ്പി ഇറക്കി ഈ വണ്ടി എടുത്തതിനാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഈ സിറ്റി വരേണ്ടൊരു ഇത് ആവശ്യം വന്ന. അറിയാം എന്നാ നമുക്ക് അതനുസരിച്ച് മൂവ് ചെയ്യാം. പ്ലാനില്ല. ഓ ഇവിടെ വീടില്ലെങ്കിൽ എന്തോ പോലെ അല്ലേ? വീടുള്ളതായിരുന്നു, പക്ഷെ അവന്മാർ നമ്മൾ തന്നെ കുഴിച്ചു കൂടി. അതിനുശേഷം അവര് വീട് വെച്ചിട്ടില്ല. കാശൊക്കെ നോക്കി ചെലവാക്കണേ. ബീഫ് ബോക്ക് ചോയ് 5, ചിക്കൻ റാപ്പ് 5, ജാസ്മിൻ ഐസ് ടീ 5, ഡ്രം സ്റ്റിക്ക് 5. എന്തൊക്കെയാ ഉള്ള ഇവിടെ? നല്ല പഴംപൊരി. ഓക്കെ 5 പഴംപൊരി വെച്ചേക്കാൻ. ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് വാലിട്ട് ഇടിച്ചേരി കൊടുക്കാം. ആ ഹലോ, ചന്തലപ്പെട്ട് വരുവാണോ ചേട്ടാ? ഹലോ ഹായ്, ഇതെന്താ പരിപാടി? ഹായ്, നിങ്ങൾ ഇവിടുത്തെ ഓണറാണോ? ഓണർ. ഓ ഓണറാണല്ലേ. ഇവിടെ ഇത് ആൾക്കാരെ നോക്കുന്നുണ്ടോ? ഇവിടെ ജോലിക്ക് ആളെ നോക്കുന്നുണ്ടോ? ജോലിക്ക് നമ്മള് ഇപ്പൊ നോക്കണുണ്ട്. നമ്മളിപ്പോ 2 ആളെ ഇപ്പം എടുത്ത് നല്ല രീതിയിൽ പൊറോട്ട അടിക്കുന്ന ഒരു 2 പയ്യന്മാരുണ്ട്. ഇയാളാണ്. ആ ഞാനും അവനും നല്ല രീതിയിൽ ഇത് മാവ് കഴിക്കും. സ്റ്റോക്ക് നമ്മള് കയറ്റാം. പ്ലീസ് ബ്രോ, എന്തേലും സിറ്റിയിൽ പുതിയതാണ് ബ്രോ. എന്തേലും ജോലി കാരണം ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല ജീവിക്കാനേ.
സ്റ്റോക്ക് ഇടുമെങ്കിൽ തരാ ജോബ്. ആ സ്റ്റോക്ക് ഇടാം, ഇപ്പൊ തന്നെ ഇടാം. ഈ ജോലി എന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പൊ തന്നെ തൊഴിലും കേറുക. നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാവോ ഫ്രീ ആയിട്ട്? അപ്പൊ ഫ്രീ ഫുഡ് കഴിക്കാൻ പറ്റും. ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ അയച്ചാൽ മതിയല്ലോ. എന്റെ മുതലാളിയാണല്ലേ നിങ്ങൾ ഫ്രണ്ട് ഇരിക്കുന്നത്? ഞാന് ഞാൻ മുതലാളി വിളിച്ചോട്ടെ? വിളിച്ചോ. മുതലാളി അപ്പൊ ജോലി എങ്ങനെ ഇട്ട് തരണേ? ആദ്യമായിട്ട് ഒരാൾ മുതലാളി വിളിക്കണേ. കൊറേ എംപ്ലോയീസ് ഉണ്ട്. അഡ്മിനെ സെർജിയോണിക്സാ, ഹലോ, ജോബ് കൊടുക്കണായിരുന്നു. ചെയ്യാണ്ടാൾക്ക് പുറത്തെ റോളുണ്ടോ ആൾക്കാർക്ക്? ഓ അതെ, റോള് ഇവിടെ കിട്ടിയത് പറയണോ? പുറത്ത് ഇടണം എന്തായാലും. ഫസ്റ്റ് ഇടന്നല്ല, ഫസ്റ്റ് ഞാൻ പറയാം. ഈ ലുക്ക് കണ്ട എത്ര മുതലാളി ഒന്ന് തൊഴുതൊന്ന് കയറിക്കോട്ടെ, കാലിന്ന് കാലം പിടിക്കണ്ട. ഇല്ല ഇല്ല ഇല്ല, നമ്മള് അങ്ങനെ നമ്മളെല്ലാരും ഇതില് എല്ലാരും നമ്മള് പാരമ്പര്യമായിട്ട് ഞങ്ങള് അടിക്കാരാ, പൊറോട്ട ആ പൊറോട്ട. അതെ, ഓക്കെ. അല്ല കുഴപ്പമില്ല നമ്മളെല്ലാരും മുട്ടിന്റെ സർജറി മുട്ടിന്റെ സർജറിയാ നിനക്ക്? അസിസ്റ്റന്റ് ആണ്, എന്റെ അസിസ്റ്റന്റ് ഞാൻ നിർത്തി ചെയ്യിപ്പിച്ചോളാം. ഇത് നമ്മുടെ അസിസ്റ്റന്റ്. ഓ ഓക്കെ ഓക്കെ. ഇന്നിവിടെ നല്ല തിരക്കായിരിക്കും. ഞാൻ പോയിട്ട് എന്റെ കുറച്ച് പ്രൊമോഷൻ ഉണ്ട്. ഞാൻ കുറച്ച് ആൾക്കാരെ പോയി കൺവിൻസ് ഒക്കെ ചെയ്ത് പറഞ്ഞ് നമ്മുടെ ഈ ഒരു ഷോപ്പിലെ മാക്സിമം ആൾക്കാരെ ഞാൻ ഇന്ന് കൊണ്ടുവരാൻ നോക്കും. അപ്പൊ എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലും സാലറി കൂടുതൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ? നമ്മള് കൂടുതൽ സെയിൽസ് നടത്താനായിരിക്കും ബോണസ് ഉണ്ട്. ബോണസ് ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഡൺ. ഫുഡ് ഇതെങ്ങനെയാണ്? അല്ല, ബൈ ദ വേ ഫസ്റ്റ് ഡാഷ്ബോർഡ് എനിക്കൊന്ന് പറഞ്ഞു തരണം ചെറുതായിട്ട്. ഇപ്പോഴത്തെ പുതിയ എല്ലാം നമ്മളവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്ര സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല മുതലാളി. ഒരു ജസ്റ്റ് ഒരു മേശ കാണും, പിന്നെ ഒരു തോർത്ത് കാണും, പിന്നെ പൊറോട്ട നമ്മുടെ അടിച്ചങ്ങ് ഇരുത്തി അങ്ങ് പെരത്തണ സാധനമാണ്. ഇവിടെ കുറെ സജ്ജീകരണങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഡാഷ്ബോർഡ് ഓപ്പൺ ആവുണ്ടോ? ഓപ്പൺ ഓണർ ഡാഷ്ബോർഡ്. സ്റ്റോറി ഓൾറെഡി ഹാസ് ആൻ ഓണർ. അപ്പൊ ഞാൻ തരാം, വെയിറ്റ്. ഓക്കെ. ചന്ദ്ര ബോസ്. പിന്നെ ഇവിടെ ഉള്ള മറ്റൊരു ദില്ലി അല്ലേ? അതെ അതെ, എനിക്ക് കാണാൻ. ഓക്കെ, ഇപ്പൊ എനിക്ക് എല്ലാം വെട്ടു ദില്ലി എന്നാണ്. വെട്ടുതല്ലേ ഇവന് ഇതായിരുന്നു പരിപാടി. ഇത് കണ്ടമാനം വെട്ട് കിട്ടാറുണ്ട് ആൾക്കാരാണ്, അങ്ങനെ പേര് വന്നത് വെട്ടുതില്ലേ. വെട്ടുതില്ലിയും ഫസ്റ്റ് ടൈം ആണോ? ഇല്ലില്ല. എടാ നീ എന്താ ചെയ്തോണ്ടിരുന്നത്? അതിന് എന്താ സിറ്റിയിൽ എന്താ ചെയ്തോണ്ടിരുന്നത്? ഫാമിലി അല്ലല്ലോ. ഇല്ല ഫാമിലി ഒന്നും ഇല്ല. അനിയനെ തപ്പി വന്നതാണ്. അപ്പൊ ഇവിടെ ജോലിക്ക് നിന്നിട്ട് അനിയനെ തപ്പാന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് സാധനം മേടിക്കാം. പക്ഷെ നമ്മള് കുറച്ച് മേടിച്ച സാധനങ്ങൾ എനിക്ക് ഇതിന്റെ അകത്ത് നോക്കുമ്പോ ഒന്നും കാണുന്നില്ല. അതെന്താ? അത് ഇതിന്റെ ആയിരിക്കോ? അടുത്ത മറ്റേ കണ്ണ് വെച്ചിട്ട് ഏറ്റവും അല്ലേ കാണുന്നുണ്ട് എനിക്ക്, പക്ഷെ അതിന്റെ പിക്ചർ ഒന്നും വരുന്നില്ല അതിന്റെ അകത്ത്. എനിക്ക് മറ്റേ അത് 144 ആയിരിക്കും അല്ലേ? ഒന്ന് ഇറങ്ങി കയറിയ സെറ്റ് ആവുന്നുണ്ട്. ഞാൻ ഇറങ്ങി കയറട്ടെ പെട്ടെന്ന്. അതിന്റെ ഊമ്പിക്കാനായിട്ട് അവൻ ഞാൻ ഈ സ്ഥലം കളിച്ച് പൊക്കോട്ടെ. ഇവിടെ ആൾക്കാരെ കൊന്ന്. ഹലോ, ഫുഡ് സ്റ്റോക്ക് ഈ ഫുഡ് നമുക്കില്ല. വെട്ടുതില്ലി നടത്തുന്ന ഒരു അൺഎക്സ്പെക്ടഡ് മോശം അനുഭവം ഉണ്ടായിട്ടോ. അറിയണതാണ് നീകനാണ് ജോബിന് വന്നാ പറഞ്ഞു. ഇതല്ല അളിയെ വിളിച്ച അപ്പൊ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന വഴി വിഗൊക്കെ ഇളകി പോയേ. വിഗ് ഡ്രസ് ഒന്നുമില്ല. എന്തിനാളിയാ പിന്നല്ലേ അളിയില്ലാത്ത അവിടെ ഫുൾ പ്രശ്നങ്ങളായിരുന്നു. അളി ഇതെല്ലാം അറിയണ്ട. പിന്നല്ലേ ഫുൾ പാക്ക് ഒരാൾ കൂടി റോൾ നാളെ കൊടുക്കാവോ? ഇന്നീള ഒരു അനിയായിട്ട് നിക്കട്ടെ. നാളെ ഒരു നല്ല ബാഗ് എടുത്തൊക്കെയാണ് ജോബിന് വന്നിട്ട്. എന്തിനാ ഒരു വാക്ക് പറയണ്ടെങ്കിൽ പോയല്ലേ?
അല്ലെ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിന്ന് വരേണ്ടി ആരേലും വന്നത്. ഒരാള് ഒരാൾ ഇങ്ങോട്ട് വന്ന ആരേലും ഓ എടാ നീ ഒന്ന് പോയേ റൂമൊക്കെ സുനി, എടാ, വെട്ടും പേരെന്താ അളിയ അളിയ നമുക്കിവിടെ എന്താണ് ഇവിടെ? അളയെ പറഞ്ഞുതരാം. ദാ, ഓ ഞാൻ വന്ന വഴിക്ക് വിഗൊക്കെ പറന്നു പോയി. ഒരു മിനിറ്റ് എടാ, ഞാൻ മുതലാളിയോട് സംസാരിച്ചിട്ട് പോരാ. ആ പോയിട്ട് നമ്മുടെ അതെ മുതലാളി, എനിക്കൊരു 5 മിനിറ്റ് എന്റെ സുഹൃത്താണെന്ന് സംസാരിച്ചിട്ട് വന്നോട്ടെ. ഒരു 5 മിനിറ്റ് സമയം തരാമോ? ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇപ്പൊ കയറാം. 5 മിനിറ്റ്. ഓക്കെ 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 വാ വാ അളിയോ. അളിയ നമ്മൾ എന്തിനാ ഇവിടെ ഒന്ന് ചായ അടിക്കണം? നമുക്ക് ചുമ്മാ, ചുമ്മാ, ചുമ്മാ. തിരിച്ച് പോടെ. എടാ നീ അങ്ങോട്ട് നീ അവിടെ പോയിട്ട് പാത്രങ്ങളൊക്കെ അടിക്കോ? ഞാൻ ദാ പറഞ്ഞു ചെല്ല്. അയ്യന്റെ അടി. പോടാ. അളിയ നമ്മൾ എന്തിനാ ഇവിടെ ചായ അടിക്കണം? നമ്മൾ അവിടെ ആരായിരുന്നോ എന്തായിരുന്നോ ഒന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ പൊറോട്ട അടിയാണ് പരിപാടി. പൊറോട്ട അടി, ചായ ഉണ്ടാക്കൽ. സീക്രട്ട് മിഷൻ ആണോ? എന്നോട് പറയണം. ഇത് സീക്രട്ട് മിഷൻ ഒന്നുമല്ല. ഇവിടെ ജീവിക്കണ്ടേ? ഇവിടെ സമാധാനമായിട്ട് കുറച്ച് നാള് സമാധാനമായിട്ട് സന്തോഷമായിട്ടും എല്ലാരായിട്ടും ഭയങ്കര നല്ല രീതിയിൽ ഒരു ഇത് പുലർത്തി പോകാനാണ് വന്നേക്കണം. അങ്ങനെയല്ലേ? നീ ആയിട്ട് ദയവ് ചെയ്ത് കഴിക്കാൻ പറഞ്ഞിട്ട് നാളെ കഴിയെന്ന് പറഞ്ഞ് വായിൽ ഇടിച്ചു കയറ്റാൻ ഒന്നും പോലെ. നമ്മൾ അവിടത്തെ ആ ഒരു പ്രതാപമൊന്നും ഇല്ല ഇവിടെ. നമ്മളിവിടെ ഇവിടെ ആ തലയില് ആ ചുവന്ന മുടിയില്ലേ, അതാണ് നമ്മുടെ മുതലാളി. പുള്ളി എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് എന്തേലും തരും. ഒരു 10,000 2,000 അത് വാങ്ങിക്കുക, കഴിക്കുക, സന്തോഷായിട്ട് പോവാ. ഞാൻ ഒന്ന് ഇങ്ങോട്ടോ, ഞാനൊരു കാര്യം പറയട്ടെ. എടാ ഞാനൊരു കാര്യം പറയാം. നമ്മള് അവിടെ ആരോ എന്തോ എങ്ങനെ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മളിവിടെ ജോലിക്ക് വന്ന് സമാധാനമായിട്ട് കുറച്ച് ദിവസം ജീവിക്കാൻ വന്നതാണ്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മളെ പെരുമാറ്റം. നമ്മളടുത്ത് ഒരാള് ഇങ്ങോട്ടൊരാള് നമ്മളടുത്ത് ദേഷ്യപ്പെട്ടാ പോലും ഞാൻ ഒരു അക്ഷരം വിട്ടില്ല. എന്നെ വന്ന് കൊന്നിട്ട് പോയവന്മാര് ആരാണോ? കാര്യം പറയാം. നമ്മൾ വേണ്ടുന്നത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഈ സിറ്റിയിൽ പോയത്. വേണ്ടുന്നത്ര വള്ളിയും ഓർമ്മയുണ്ട്. അപ്പൊ നമ്മളിവിടെ വന്നെന്നല്ല അറിഞ്ഞാൽ തന്നെ പ്രശ്നം. അപ്പൊ മര്യാദക്ക് ജീവിക്കുക, മര്യാദക്ക് ശാന്തിയും സമാധാനമായിട്ട് വരിക, ഇവിടെ പോവുക. അങ്ങനത്തെ പക്ഷേ എന്നെ വന്ന് അടിച്ചവന്മാരാ ചോദിക്കണ്ടേ? ഏത് ഒരു ചുമല ഡ്രസ് ഇട്ടവനും ഒരു അടിയല്ലേടാ. നമ്മൾ ഒരു കരണത്തെ അടിച്ച മറുകരണം കാണിച്ചു കൊടുക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ആണല്ലേ? അപ്പൊ നമ്മൾ ആ പാതയിലാണ് നമ്മൾ ജീവിക്കാൻ പോണേ ഇവിടെ. ഓക്കെ, എന്റെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്ന എനിക്ക് നല്ല തല്ലിട്ടിയതാ വന്നപ്പോ തന്നെ. നമ്മൾ അതായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോണം. അധികം പോകുന്നുണ്ടോ? അപ്പൊ ഇവിടെ മിണ്ടാ വരിക, പൊറോട്ട അടിക്കുക, കസ്റ്റമറിന്റെ സാറെന്ന് വിളിക്കുക, മുതലാളി എന്ന് വിളിക്കാണ്ട് കയറി മൈരെന്ന് വിളിക്കല്ലേ, മുതലാളി തന്നെ വിളിക്കണം. അങ്ങനത്തെ രീതിയിൽ നമ്മള് ശാന്തിയുടെ സമാധാനത്തിന്റെ ആരും ചോദിക്കാനും ഇല്ലല്ലേ? ഇല്ലല്ലോ, ഒരു മനുഷ്യനില്ല, ഒരു പട്ടിയും ഇല്ല. ഇല്ല വരത്തില്ല. എന്നൊന്ന് കാത്തോണേ. വരിക ഡ്രസ്സുകൾ ഊരിയ ജോലി ഞങ്ങള് പുറത്തു പോകുമ്പോ ഡ്രസ് ഇട്ടാ മതി. അകത്തേക്ക് പാത്രം കഴുകുക. അകത്ത് ഒന്നും വേണ്ട. 19 പിസക്ക് 5 സാൾട്ട് 5 മസാല. എടാ മട്ടൻ എങ്ങനെ പാത്രം കഴുകുന്നേ? ബിരിയാണി കഴിച്ചിട്ട് തുടങ്ങിയല്ലേ? അടിച്ചിട്ട് തുടങ്ങാം. വേണ്ട വേണ്ടല്ലേ? നീ അടിക്കുവോ? മോലാളി മോലാളി എങ്ങനെ അടിക്കുവോ ചന്ദ്ര? അയ്യോ നമ്മളെ അല്ല, നമ്മളെ എവിടെ പോലും ഞാൻ മനസ്സിലായടാ. നീ എവിടെ പോലും ഞാൻ അറിയണം കേട്ടല്ലോ. സെക്കൻഡ് മോളിൽ നമ്മളെ ഡ്യൂട്ടി ടൈമിൽ മദ്യപിക്കാറില്ല കേട്ടാ. ഡേയ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മദ്യപിക്കാറില്ല ഞങ്ങള്. 2 അടിക്കാറുണ്ട്. പക്ഷെ സാധനം കുപ്പി മേടിച്ചായിരുന്നേ, അപ്പൊ അതിങ്ങനെ മാറ്റി വെച്ച. ഇല്ലല്ല നമ്മളത് മാറ്റി വെച്ച, ഷെൽഫിലോട്ട് മാറ്റി വെച്ച. ഞങ്ങള് മട്ടൻ ബിരിയാണി 2 അടിക്കാന്ന് വിചാരിച്ച്. എന്റെ കൈ മട്ടൻ അതന്നെ പൊറോട്ട അടിക്കുന്നുണ്ട്. മട്ടൻ പിന്നെ ഈ പാത്രം കഴുകണമേ എക്സസൈസ് ഉണ്ട്. പ്ലേറ്റ് ഒന്നും പൊട്ടിക്കല്ലേ? ഇല്ല നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഒരിക്കലും ഉണ്ടാക്കത്തില്ല.
മട്ടൻ ബിരിയാണിക്ക് എന്താ വേണ്ടുന്നത്? 10 പോർക്ക്, 1 ഫ്ലേവർ, ginger rice. ഞാൻ പോട്ടെ. മെമ്മറി ആണ് കേട്ടോ. മറന്നു. ആ ഓക്കെ, അതെ എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ചന്ദ്രൻ ഈ ടയർ എവിടെ വെക്കണ്ടേ? ചന്ദ്രൻ മുരളി ഈ ടയർ എവിടെ വെക്കണ്ടേ? ആരുടെ ടയറാ? എന്റെ ഇത് വണ്ടി ആ പുറത്തില്ലല്ലോ. ഇത് വാഷ് മെഷീൻ അടിയിരുന്ന അത് വാഷ് അതെ ഈ വഴി വന്നു, ഈ വഴി വന്നു. 5 പോർക്ക്, 5 പോർക്ക്, പെട്ടെന്ന് 5 പോർക്ക്, 2 റോളിൽ എനിക്ക് റോള് തരുമോ? മറന്നു കളയാ, നല്ല ഓർമ്മയാണല്ലേ. കിട്ടിയില്ലല്ലോ. 10 പോർക്ക്, 5 പോർക്ക്, സ്റ്റാൻഡേർഡ് ഡിഷ്. 2 സാൾട്ട്, 2 സാൾട്ട്, 10 പോർക്കാണ്. അപ്പൊ 5 റൈസ്. ഇല്ല സാർ ഫുഡ് യെസ്. ഒന്നുമില്ല. ആ അപ്പൊ ഇങ്ങനെ ആ ഹലോ സാർ, വെയിറ്റർ വരൂ. സത്യം അതെ മുതലാളി ഓർഡർ എടുത്തോട്ടെ മുതലാളി. ആ എടുത്തു ഓക്കെ. നിങ്ങളുടെ കൂടെ വന്ന് അടിക്കാവുന്ന ആളെ എന്തുറ്റി? ബ്രോ പസിക്കുത് ബ്രോ. ഇല്ല ആളെ ഞാനിപ്പോ വിളിക്കാം. അല്ല ബ്രോ, ബ്രോ ആ ഹലോ, അതെ സാർ. ചോദിച്ചോട്ടെ. ആ പറയൂ, എന്തൊക്കെയാണ് വേണ്ടത്? ഞാൻ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ്. ഓക്കെ ബ്രോ, നമ്മൾ അവിടെ ഇരുന്നാ മതി. നിങ്ങളൊന്ന് ലിസ്റ്റ് ഇത് എടുക്കും. ഇവിടെ നിങ്ങൾക്ക് 4 പേർക്ക് ഇരിക്കാം. ആ ഇവിടെ 4 പേർക്ക് ഇരിക്കാം. ഇത് ഡൗൺ ടു എർത്ത് ആണല്ലോ തേമേ. ഇതിപ്പോ എങ്ങനെ ഇരിക്കും? പീറ്റർ പന്ന കഴിവറ സാർ അവിടെ ഇരിക്കാം. സാർ எனக்கு உட்காந்து பழக்கம் இல்ல சார். எனக்கு ஃபுட் கையில கொடுத்து. சந்திரா பேர் என்ன? என் பேர் சந்திரமணி. ചന്ദ്രമണിയാ. ഓക്കെ. ഫുഡ് തരീங்களா? തരാം സാർ. അവിടെ ഇരിക്കണം. അവിടെ ഇരുന്ന് ഞാൻ കൊണ്ടുവരാം. ബ്രോ ബ്രോ അവിടെ ഇരിക്കും. ബ്രോ ഹലോ ബ്രോ, എന്താ കഴിക്കാനുള്ളേ? സാർ ഞങ്ങൾക്ക് കഴിക്കാനാണ്. ഒരു സെക്കൻഡ്. ഓക്കെ. ചിക്കൻ റാപ്പ്. AC ഉണക്കാതെ കഴിക്കത്തില്ല. കൊലയാടി കഷ്ടപ്പാട്. ബ്രോ എന്താ കഴിക്കാനുള്ളേ? സാർ ഇവിടെ ബീഫ് ബോക്കി ചോയുണ്ട്, ചിക്കൻ റാപ്പ്, ഡ്രാഗൺ ഫയർ, ഫോർച്യൂൺ ഫ്രൈസ്, ജെൻ ടിഎസ് ഡ്രം സ്റ്റിക്, ജാസ്മിൻ ഐസ്ഡ് ടീ. ഇതെല്ലാം ഒന്നാണോ? ബ്രോ ഒന്ന് പയ്യെ പറഞ്ഞു. ആ ഓക്കെ, ഞങ്ങളത് അങ്ങനെ പറഞ്ഞ് പഴകിയതുണ്ടേ. ഒരു മിനിറ്റ്. ஐயே குசு. எங்கள ஃபுட் മോനെ ஒரு டர்ட். സാർ സോറി ഫോർ ദ ഡിലേ. ഒരു സെക്കൻഡ്. നിങ്ങൾ சார் இது போல வலி ഞാൻ ലിസ്റ്റ് എടുത്താൽ റേഡിയോ സാർ എന്താ കഴിക്കാൻ? സാർ കഴിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ചെയ്യാന്ന് പറയാം. സാർ ഇവിടെ ബീഫ് ആൻഡ് ബോക്ക് ചോയ് ഉണ്ട്, ചിക്കൻ റാപ്പ് ഉണ്ട്, അതുപോലെ ആരാ സൗണ്ട് ആക്കുന്നത്? ആരാ അവസരത്ത് ഉണ്ടാക്കുന്നത് അവിടെ? ഞാനല്ല അകത്ത് സോറി പൈപ്പ് ലീക്ക് അതാ. ഓക്കെ. ഡ്രാഗൺ ഫയർ, ഫോർച്യൂൺ ഫ്രൈസ്, ജെൻ ടിഎസ്ഒ ഡ്രം സ്റ്റിക്, ജെൻസോ അത് പുതിയ ജെൻസി പിള്ളേരുടെ ഒരു പ്രത്യേക ഫ്ലേവർ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ചെയ്തേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സാർ. അടുത്ത ജാസ്മിൻ ഐസ് ടീ. ജാസ്മിൻ നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ സ്പെഷ്യൽ ഐസ് ടീ ആണ്. 8. ഓക്കെ. പിന്നെ ഓക്കെ, നിങ്ങൾക്ക് സെൽഫ് സർവീസ് ആണ് സാർ. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓർഡറെല്ലാം ഞങ്ങൾ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വന്നിട്ട് കളക്ട് ചെയ്യുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. 10 ജാസ്മിൻ എടുത്തോ. 10 ജാസ്മിൻ. ഓക്കെ. സ്പെഷ്യൽ ബർഗർ ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, ലൈസോഡ, പിസ്സ സ്ലൈസ്, മട്ടൻ ബിരിയാണി. സാർ വോണ്ടൻ സൂപ്പ് ഉണ്ട്, വോണ്ടൻ സൂപ്പ്.
അതെന്താ അതെങ്ങനെ ഉണ്ടാക്കുന്ന സൂപ്പ് അതായത് ഈ അതെ, ഒട്ടകത്തിന്റെ ingredients ഒട്ടകത്തിന്റെ അതായത് വലിയ അധികം പ്രായമില്ലാത്ത ഒട്ടകത്തിന്റെ കാല് നമ്മള് അമ്മിയിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിനെ നമ്മള് നല്ല മസാലയും സ്പൈസസ് നമ്മുടെ ആഫ്രിക്കൻ മസാലയൊക്കെ ഇട്ട് സ്പൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകതര സൂപ്പാണ് സാർ. ഇതാണ് ഈ വോണ്ടൻ സൂപ്പ്. ഈ ഒട്ടകം മുറ്റിയതാണോ മുറ്റിയല്ല, മുറ്റാത്ത ആ, അതെ അതെ. എന്നാ അതിന് 10 എടുത്തേക്ക്. അത് 10. ഒട്ടക പക്ഷിയുടെ മുട്ടയില്ല. ഇവിടത്തെ ഇവിടത്തെ സാധാരണ നമ്മുടെ നാടൻ കോഴിയുടെ ഇതുണ്ട്, നാടൻ കോഴി പെരട്ട്, നാടൻ കോഴി മുട്ട. നാടൻ കോഴി പെരട്ടുണ്ടോ? പിന്നെ സാധാ അല്ല സാർ, നാടൻ കോഴി പെരട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് സാർ വന്ന കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത് തീർന്നു പോയി. ഉടനെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് മറ്റേ സാധനം ജാസ്മീനെ അങ്ങനെ എന്തൊരു ആ ജാസ്മിൻ ചേച്ചി ഐസ്. ആ അതെ. വേറെ എന്താ ഉള്ളത്? വേറെ സ്പെഷ്യൽ ഐറ്റം നിങ്ങൾ സ്പെഷ്യൽ ഐറ്റംസ് എന്താ? സ്പെഷ്യൽ ആയിട്ട് നമുക്കുള്ള സാധനം പറഞ്ഞാൽ പഴംപൊരി ഉണ്ട്, പിന്നെ ഉഴുന്നുവട, നമ്മുടെ നാടൻ ഉഴുന്നുവട, പഴംപൊരി, ഉഴുന്നുവട ഉണ്ടല്ലേ, പിന്നെ ഡ്രാഗൺ കോക്ക് ഉണ്ട് സാർ. ഡ്രാഗൺ കോക്ക് ഉണ്ട്. അത് വലിയ കോക്കാണ് സാർ. അത് കോക്ക് വേണ്ട. ഒന്ന് മാറിയിക്കേ. അത് പാത്രം കഴിഞ്ഞിട്ട് പെട്ടെന്ന്. പിന്നെ നല്ല പിന്നെ പെറോട്ട ആൻഡ് ബീഫ്, പൊറോട്ട ബീഫ്. ആ പൊറോട്ട ബീഫ് എടുക്കട്ടെ പിള്ളേരെ? 12 പൊറോട്ട ബീഫ് എടുത്തു. 12 പൊറോട്ട. സാർ എത്ര പൊറോട്ട എത്ര ബീഫ് സാർ? എനിക്ക് 5 പൊറോട്ട. അപ്പം 5 3 8 പിന്നെ 40 പൊറോട്ട എടുത്തു. 10 പ്ലേറ്റ് കറി. ഉറപ്പായിട്ടും. ഷോ സാർ, താങ്ക് യു സാർ. വേറെ ഒന്നും വേണ്ടല്ലോ? ഓക്കെ അല്ലേ? വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് വരും അല്ല കേട്ടോ. ആ ഓക്കെ. അവനെ കൊണ്ട് അടുപ്പിക്കുക ചന്ദ്രൻ. അപ്പുറം ഞാൻ കുട്ടൻ അവനെവിടെ? ആ ഹലോ, ആരാ? പുള്ളിക്ക് ഫുഡ് കൊടുക്കാൻ പാവം. പൈസ ഇല്ല. ബ്രോ ഇത് ഞങ്ങളെ പുതിയ ട്രൈ ചെയ്ത സാധനം, അതങ്ങോട്ട് തരാം. അതെ ബ്രോ, ഇത് അലോഡ് അല്ല കിച്ചണില്. ഇന്ന് കഴിച്ചു നോക്കൂ. കിച്ചൺ കാണാൻ പറ്റത്തില്ല സാർ, കിച്ചൺ കാണാൻ പറ്റത്തില്ല. നോട്ട് അലൗഡ് ആണ് പ്ലീസ് സ്റ്റാഫ്. അത് നമുക്ക് അല്ലല്ല, ഹൈജീൻ ആണ്. നിങ്ങൾക്ക് കഴിച്ചിട്ട് അറിയാൻ വേണ്ടിട്ട്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഫീലിംഗ് ഗുഡ്? ആ ഓക്കെ. വിശപ്പ് പറയില്ലേ? ആ ഹലോ സാർ, എന്താ വേണ്ടേ? സാർ കഴിക്കാൻ ഇവിടെ നല്ല ഉഴുന്നുവടയും തൈര് സാധു ഇருக்கு സാർ. സാർ നല്ല ഉഴുന്നുവടയും തൈര് സാധു ഇருக்கு സാർ. ആ സാർ നല്ല ശുദ്ധமான തേങ്ങ എണ്ണയിൽ പോട്ട പഴംപൊരി. എന്താ പഴംപൊരി വേണം? പിന്നെ സ്പെഷ്യൽ വെജ് ആയിട്ടുള്ള ബർഗർ ഉണ്ട് സാർ. സാർ യു വിൽ ലൈക്ക്? ഷുവർ സാർ. സാർ അപ്പൊ ഞങ്ങൾ സ്റ്റോക്ക് ആടിയിട്ടുണ്ട്. സാറിന് ഇവിടെ നിന്ന് ബൈ ചെയ്യാൻ പറ്റും സാർ. ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഇതിനകത്തോട്ട് വെച്ചാണ് സാർ. ഫ്രഷ് ആയിട്ട്. ഹലോ സഹോദര. ആ ഹലോ സാർ വെയിറ്റ്. ഫ്രഷ് ആയിട്ട് 4 പൊറോട്ടയും കുറച്ച് ബീഫും മേടിച്ചതാ. സാർ ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുക്കട്ടെ. പൈനാപ്പിൾ ജ്യൂസ് ചന്ദ്ര. ഈ തിണ്ടികളൊക്കെ അവന്റെ കണ്ണാക്കി കുത്തി കൊടുക്കും. 10 പൊറോട്ട അടിക്കാൻ വിളിച്ചവൻ അവിടെ. പൊറോട്ട അവൻ പോയി. ചന്ദ്ര ഒറ്റക്ക് അടിക്കേണ്ടി വരും കേട്ടാ. ഡീൽ ചെയ്യാൻ പറ്റി. അതെ സാർ, എക്സ്ക്യൂസ് മീ, എല്ലാവരും ഒന്ന് കിച്ചണാണ്. ഞാൻ ജസ്റ്റ് ഒന്ന്. ഹലോ, അതെ നമുക്ക് 10 കിലോ ബീഫ് വേണം. ബീഫ് അല്ല സാർ കിച്ചണാണ് സാർ. സാർ നോട്ട് അലൗഡ്. മനസ്സിലായില്ല. ഞാൻ 10 കിലോ ബീഫ് ഓർഡർ ചെയ്യണേ. നമ്മുടെ ഇത് ബർഗറിൽ വെച്ചടിക്കാൻ. അല്ലല്ല, അതെ ഒരു 10 കിലോ സ്റ്റോക്ക് ആടി. ഹലോ സാർ. പറഞ്ഞോളൂ. സാർ സ്റ്റോക്ക് ആയിട്ടുണ്ട്. സാർ സ്റ്റോക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മേടിക്കാം. ഹലോ ബ്രോ, എന്റെ 10 പൊറോട്ടയും ബീഫും. സാർ ഉഴുന്നോടെ താഴുണ്ട്. സാറേ താഴുണ്ട്. ഷോപ്പ് തുറക്കാൻ പറ്റുന്നില്ല. ഹലോ ബ്രോ, ബ്രോയുടെ പേരെന്തുവാ? ബ്രോ ഇവിടെ എന്റെ പേര് ചന്ദ്രമണി. ചന്ദ്രമണി. ചന്ദ്രനാണ്.
അണ്ണാ ചന്ദ്ര നാല് പൊറോട്ട എനിക്ക് കിട്ടിയില്ല ചിക്കൻ ഇല്ല, ആഡ് ചെയ്തിട്ടുണ്ട് സാർ, ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് മേടിക്കാം. തുറക്കാൻ പറ്റുന്നില്ല കിട്ടി ചന്ദ്രനെ എവിടെ കണ്ടിട്ടില്ലല്ലോ. ആ ഞാൻ ഇപ്പൊ വന്നോളൂ കുറച്ച്. ഉഴുന്ന് വട കൊള്ളാം. ഉഴുന്ന് വട സാർ ഇരുന്ന് കഴിക്കും സാർ, ഇരുന്ന് കഴിക്കണം. പഴം പൊറി ഇല്ല സാർ ലൈറ്റ് കട ലൈറ്റാ. സാർ ലൈറ്റ് കട മൊത്തം ഉണ്ട്. പിന്നെ സിഗരറ്റ് സിഗരറ്റ് ഈസ് നോട്ട് അലൗഡ്. സോറി, ഇത് അലൗഡ് അല്ല, ഇവിടെ അലൗഡ് അല്ല. എനിക്ക് ബീഫ് കിട്ടിയില്ല, പൊറോട്ട കിട്ടിയുള്ളൂ. ബീഫ് ഇവിടെ നിറച്ചിരിപ്പുണ്ട്. അല്ല ഞാൻ കാണിച്ചുതരാം. സാർ ഇവിടെ ഞങ്ങൾ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ അകത്ത്. അതെ നോക്കിയോ. അതെ മുതലാളി ഒന്നവർക്ക് പറഞ്ഞു കൊടുക്കാവോ മുതലാളി? ഇവിടെ ആ ചോദിച്ചു